എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 60 ശ്ലോകം 45, 46, 47, 48, 49, 50, 51 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. രുക്മിണി ദേവി കാര്യകാരണ സഹിതം ഓരോ ഭഗവാന്റെ ഓരോ ചോദ്യങ്ങൾക്കും അത് ഉചിതമായിട്ടുള്ള മറുപടി ഉറപ്പോടെ തന്നെ കൊടുത്ത് ഭഗവാൻ അത് കേട്ടപ്പോ വളരെ സന്തോഷായി. ഇത് കേൾക്കാൻ തന്നെയാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ലീല ചെയ്തത്. ഓമളം പൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 45. ത്വംബുജാക്ഷ മമതേ ചരണാനുരാഗ ആത്മൻ രതസ്യ മയി ജാനതിരിക്തദൃഷ്ടേ യർഹ്യസ്യ വൃദ്ധയ ഉപാത്തരജ്യോതിമാത്രോ മാമീക്ഷസേ തദുഹന പരമാനുകമ്പ. അവിടുന്ന് പറഞ്ഞില്ലേ, ഉദാസീനനായ എന്നെ സേവിച്ചിട്ട് എന്താ ഫലം എന്ന്. അംബുജാക്ഷ, അവിടുന്ന് ഉദാസീനനാണ് എങ്കിലും എന്നില് വിശേഷ ദൃഷ്ടി വയ്ക്കാതെ ആത്മാനന്ദത്തിൽ രമിക്കുന്നവനാണ് എങ്കിലും മൂലപ്രകൃതിയായിരിക്കുന്ന എന്നിൽ അങ്ങയുടെ വിശേഷ ദൃഷ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എങ്കിലും അങ്ങയുടെ ഈ ഉദാസീനതയ്ക്ക് യാതൊരു കുറവുമില്ല താനും. അങ്ങനെ ഇരിക്കുന്ന അവിടുത്തെ പാദപത്മത്തിൽ എനിക്ക് എപ്പോഴും അനുരാഗം ഉണ്ടാവട്ടെ. ഈ ലോകത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മൂലപ്രകൃതി ആയിരിക്കുന്ന എന്നെ കുറിച്ച് അങ്ങയുടെ നോട്ടം ഉണ്ടാകുന്നുവെങ്കിൽ അത് തന്നെ നെന്തിരുവടി എന്നിൽ കാണിച്ചിരിക്കുന്ന മഹാകരുണയല്ലേ. ഇതിന്റെ എന്നാണ് രുക്മിണി ദേവി പറയണത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അങ്ങ് മൂലപ്രകൃതിയെ കുറിച്ച് കടാക്ഷിക്കുന്നത് കൊണ്ടല്ലേ ഈ ലോകം ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നത്. അങ്ങനെ കടാക്ഷിക്കാൻ കാരണം രജോ ഗുണത്തെ അവിടുന്ന് അംഗീകരിച്ചത് കൊണ്ടാണ്. ആ മൂലപ്രകൃതി എന്നത് ഞാൻ തന്നെയാണ്. പ്രകൃതി പുരുഷൻ എന്ന് പറയില്ലേ, ഭഗവാൻ പുരുഷൻ, രുക്മിണി ദേവി പ്രകൃതി. അതുകൊണ്ട് ഉദാസീനനാകുന്നു എങ്കിലും നിന്തിരുവടി എന്നിലും അങ്ങയുടെ ഭക്തന്മാരിലും ഉദാസീനനല്ല. എന്നെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയിൽ എനിക്ക് പരമാനുരാഗം ഉണ്ടാവണം. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. നൈവാളീകമകം മന്യേ വചസ്തേ മധുസൂദന അംബായ ഇവ ഹി പ്രായ കന്യായാസ്യാൽ രതികുചിൽ. കപടമായിട്ട് കാര്യം നടത്തുന്ന ഹേ മധുരിപോ, സദൃശനായിരിക്കുന്ന പതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞതായ അങ്ങയുടെ വാക്ക് കേവലം അസത്യാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാവരിലും രതി ഉണ്ടാവുന്ന പതിവില്ല. എല്ലാവരോടും ഒരേപോലെ ആ കാമം തോന്നുന്ന പതിവില്ല സ്ത്രീകൾക്ക്. കാശി രാജാവിന്റെ അംബ, അംബാലിക, അംബിക എന്ന 3 പുത്രിമാരിൽ അംബ എന്നു പേരായ കന്യയ്ക്ക് മാത്രമേ സാല്വ രാജാവില് ഒരു പ്രേമം ജനിച്ചുള്ളൂ. അതുപോലെ ഓരോ കന്യകമാർക്കും ഓരോരുത്തരിൽ രതി ജനിച്ചു കാണുന്നത് ലോകത്തിൽ അസാധാരണല്ല. വ്യൂഢായാശ്ചാവിപുംശ്ചല്യ മനോഭേദി നവം നവം ബുധോ സതിം നബിഭ്രയാൽ താം വിപ്രദുഭയച്യുത. ഒരു പുരുഷൻ വിവാഹം ചെയ്തവളാണെങ്കിലും വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീ പുതിയ പുരുഷനെ കാക്ഷിക്കുന്നതും ലോകത്തിൽ ദുർലഭമല്ല. എങ്കിലും കുറെയെങ്കിലും അറിവുള്ള ഒരു പുരുഷൻ വ്യഭിചാരിണിയെ പരിപാലിക്കരുത്. അവളെ രക്ഷിക്കുന്നവന്, ആ വ്യഭിചാരിണിയുടെ അടുത്ത് പോകുന്നവന് ഇഹലോകത്തിലും പരലോകത്തിലും സുഖം സിദ്ധിക്കില്ല. അങ്ങനെയുള്ള അസതിയല്ല ഞാൻ. എന്തുകൊണ്ടെന്നാൽ സർവജ്ഞനും സർവേശ്വരനും സർവാന്തര്യാമിയായിരിക്കുന്ന നിന്തിരുവടിയാൽ സ്വീകരിക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അസതിയല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രുക്മിണി ദേവി ഒന്നും മിണ്ടാതിരുന്നു. അതാ ഭഗവാൻ അതിന് മറുപടി പറയും. ശ്രീ ഭഗവാൻ ഉവാച സാത്വേതൽ ശ്രോതുകാമേസ്ത്വം രാജപുത്രി പ്രലംബിത
മയോദിതം യദന്വാർത്ഥ സർവം തൽ സത്യമേവഹി. ഭഗവാൻ പറഞ്ഞു, ഹേ സാധ്വി, ഹേ രാജപുത്രി, നിന്നെ ഞാൻ ദുഃഖിപ്പിച്ചത് ഒട്ടും ഉചിതമായില്ല. ഞാൻ കാര്യം ശരി തന്നെയാണ്. എങ്കിലും നിന്റെ ഈ മധുരാലാപം കേൾക്കാനുള്ള കൗതുകത്താലാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ബലേ ഭേഷ് രുക്മിണി, എന്റെ വാക്കിന് നീ ചെയ്ത ഈ വ്യാഖ്യാനം ഉണ്ടല്ലോ, എത്ര സത്യാണ്. അതിന് പാകത്തിന് അതിഗംഭീരായി രുക്മിണി. ഞാൻ കാമയസേ കാമാൻ മയ്യകാമായ ഭാമിനി സന്ധി ഏകാന്ത ഭക്തായ ഭവ കല്യാണി നിത്യത. അന്യവിഷയാശകളെ നിശേഷം ഇല്ലാതെയാവാനുള്ള മാർഗമായിട്ട് നീ എന്നിലെ അനുരാഗവും എന്റെ പാദഭക്തിയും ആഗ്രഹിക്കണം. ഹേ ഉത്തമേ, ഹേ ശോഭനെ, ഏകാന്ത ഭക്തയായിരിക്കുന്ന നിനക്ക് എന്നില് ഇപ്പൊ തന്നെ ദൃഢമായിട്ടുള്ള ഭക്തിയുണ്ട്. പിന്നെ നിത്യസിദ്ധയായ ഭക്തി രണ്ടാമതും ഞാൻ നൽകേണ്ട ആവശ്യം എന്താ? നിന്നെ പോലെ ഇത്രയും ദൃഢമായ ഭക്തി ഉള്ള സ്ത്രീകള് വേറെ അധികം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല, പറയാണ് ഭഗവാൻ. ഉപലബ്ധം പതി പ്രേമ പാതിവ്രത്യം ജതേ അനഘേ യദ്വാക്യൈശ്ചാല്യമാനായ നധീർമയ്യ അപകർഷിത. ഹേ പരിശുദ്ധേ, പതിയായ എന്നിലെ പരമസ്നേഹവും പാതിവ്രത്യനിഷ്ഠയും നിനക്ക് സിദ്ധമായിരിക്കുന്നു എന്ന് എനിക്ക് അനുഭവമായി. അത് വേണ്ടോളം നിനക്കുണ്ട്. എങ്ങനെയെന്നാൽ ഞാൻ എന്തൊക്കെ നിന്നെ പറ്റി പറഞ്ഞിട്ടും നിന്റെ ബുദ്ധിയെ ഇളക്കി തീർക്കാൻ ശ്രമിച്ചിട്ടും നിനക്ക് എന്നിലുള്ള ആ പരമോത്കൃഷ്ട ഭാവത്തിന് ഒരു ലേശം പോലും കുറവുണ്ടായില്ലല്ലോ. ഏ മാം ഭജന്തി ദാമ്പത്യെ തപസാ വ്രതചര്യയാ കാമാത്മാനോപവർഗേശം മോഹിതാ മമ മായയാ. ഭഗവാൻ എന്നിട്ട് പറഞ്ഞില്ല, ആ രുക്മിണി ദേവിയുടെ ഏകാന്ത ഭക്തിയെ അഭിനന്ദിച്ചതിന് ശേഷം അതിനെ ഉറപ്പിക്കാനായിട്ട് സകാമ ഭക്തന്മാരെ നിന്ദിച്ച് പറയാണ്. ഭാര്യാഭർത്തൃ സുഖം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ മോക്ഷദാതാവായ എന്നെ യാതൊരുത്തർ തപസ്സും വ്രതവും അനുഷ്ഠിച്ചുകൊണ്ട് സേവിക്കുന്നുവോ അവര് എന്റെ മായാശക്തിയാൽ മോഹിക്കപ്പെട്ടവരാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.